ഗുഡ് മോർണിംഗ് ഓൾ. ശുഭദിനം കൂട്ടുകാരെ. ഇന്ന് നല്ലൊരു ദിവസമാണ് നമുക്കല്ലേ. ഇന്ന് എല്ലാ മനുഷ്യരും, എല്ലാ മുസ്ലിം സഹോദരങ്ങളും എല്ലാവരും ഞങ്ങളും ഒക്കെ ബക്രീദ് ആഘോഷിക്കുകയാണ്. ഇന്ന് പെരുന്നാളിൻ്റെ ബക്രീദിൻ്റെ എല്ലാ ആശംസകളും ഞാൻ എന്നെ കാണുന്ന എല്ലാവർക്കും, മലയാളികളായ എല്ലാവർക്കും, എൻ്റെ മലയാളമല്ലേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് മലയാളികളെ പറയുന്നത്. എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ ബക്രീദ് ആശംസകൾ ആശംസിക്കുകയാണ്. ഒപ്പം പ്രാർത്ഥനയും. എല്ലാവർക്കും വേണ്ടി നമുക്ക് എന്നും പ്രാർത്ഥിക്കുന്ന പോലെ ഇന്ന് സ്പെഷ്യലായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും സന്തോഷമായിട്ട് ഇന്ന് ബക്രീദൊക്കെ ആഘോഷിച്ച് നല്ല കോഴിൻ്റെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ഫാമിലി, ഹസ്ബൻഡ്, മക്കൾ, വീട്ടിലുള്ള അമ്മ, അച്ഛൻ, ബാപ്പ, ഉമ്മ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സന്തോഷമായിട്ട് ആഘോഷിക്കണം കേട്ടോ. ഒപ്പം എന്നെ ഓർക്കണം എല്ലാവരും കേട്ടോ. ബിരിയാണി തിന്നുമ്പോഴൊക്കെ എന്നെ ഓർക്കണം കേട്ടോ. പറ്റുമെങ്കിൽ എടപ്പള്ളിയിലേക്ക് ഒരു ബിരിയാണി അയച്ചു, നെയ്ച്ചോറാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ, പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. പിന്നെ ഇന്ന് എല്ലാവരും ബക്രീദൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് നല്ല കോഴിൻ്റെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം വൈകിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകില്ലേ. എല്ലാവരും മക്കളെയും ഭർത്താവും ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും പുറത്തേക്ക് പോകും, ലുലുവിൽ പോകും, സിനിമയ്ക്ക് പോകും, പാർക്കിൽ പോകും. അപ്പോൾ ഇന്നെല്ലാവരും അടിച്ച് പൊളിക്കണം കേട്ടോ. അടിച്ച് പൊളിച്ച് എല്ലാവരും സന്തോഷമായിട്ട്, ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരെയും പടച്ചോൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ സഹോദരി, എൻ്റെ പേര് ലൈല ജോർജ്, ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ആശംസിക്കുന്നു. എല്ലാവരും ദൈവാനുഗ്രഹത്താൽ ജീവിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. സന്തോഷമായിട്ട് ബക്രീദൊക്കെ ആഘോഷിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഓക്കെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ്, പ്രാർത്ഥിക്കണം. എന്നെ ഫോളോ ചെയ്യണം കേട്ടോ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എൻ്റെ വീഡിയോക്കൊക്കെ കമൻ്റ് ഇടണം കേട്ടോ. നിങ്ങൾക്ക് തിരക്കാണ്. ഇന്ന് ബിരിയാണി ഉണ്ടാക്കലും പിള്ളേർക്ക് നെയ്ച്ചോറുണ്ടാക്കലും ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് എന്നെ നിങ്ങൾ കേൾക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും വീണ്ടും ആശംസകൾ നേരുന്നു. ഹാപ്പി ബക്രീദ്.